ശ്രവ്യ മാധ്യമങ്ങൾ ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചാനലുകളിലൂടെ നമുക്കും സഞ്ചരിക്കാം. ഞാൻ ആദ്യമായി വെച്ചത് ഏഷ്യാനെറ്റിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗർ. ഐഡിയ സ്റ്റാർ സിംഗർ, ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4. വെൽക്കം ടു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4. ഇന്നത്തെ ഈ ഫാബുലസ് എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് പേരുണ്ട്. ആദ്യമായി പ്ലേബാക്ക് സിംഗർ ജോത്സ്ന. ജോത്സ്ന, പ്ലീസ് കം ടു ദ സ്റ്റേജ്. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ 2 ലൈൻ പാട്ട് പാടാം. ഇത്രമേലെന്നെ ഒരിഷ്ടം നിനക്കെന്ന് എന്നോട് ചോദിച്ച കൂട്ടുകാരാ, എന്നോട് ചോദിച്ച കൂട്ടുകാരാ. താങ്ക് യു ജോത്സ്ന, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആണെങ്കിലും ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. ശ്രിയേട്ട, ഓ ശ്രിയേട്ടൻ ഉറങ്ങിപ്പോയി. ശരത് സർ, വായൊക്കെ അങ്ങ് കീറിപ്പോയല്ലോ കൂട്ടാ, ശ്രുതിയൊക്കെ പ്രശ്നമായിരുന്നു, ഛർദിക്കണം കേട്ടോ. താങ്ക് യു ശരത് സർ. നമ്മളോടൊപ്പം ഷീലാമ്മയുണ്ട്. ഷീലാമ്മ പ്ലീസ്. എൻ്റെ മാത്തുക്കുട്ടി അച്ചായനുണ്ടായിരുന്നെങ്കിൽ ഞാനും അച്ചായനും കൂടെ ഒരുമിച്ചിരുന്ന് ഈ പരിപാടി കണ്ടേന്. ഹാട്ടെ, രഞ്ജിനി സുന്ദരിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഷീലാമ്മ. നമ്മളോടൊപ്പം അടൂർ ഭവാനി ചേച്ചിയുണ്ട്. ചേച്ചി, നല്ല കലക്കം പരിപാടിയാ. എന്റെ മോ സത്യവാലൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പിള്ളേർക്ക് ഇങ്ങനെ വന്ന് കാണേണ്ടി വരത്തില്ലായിരുന്നു. മോനെ സത്യവാല. ഓക്കെ, താങ്ക് യു ഭവാനി ചേച്ചി. നമ്മളോടൊപ്പം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ശുക്രിയയിലൂടെ ഫേമസ് ആയ കോവൈ സരള ചേച്ചി. മാറിയാത്ത എല്ലാമേ നല്ലപടിയാ നടന്നിരിച്ച കോവിലൊക്കെ വന്ന് പൊങ്ക കട്ടി ആളെ വെക്കറ ചാമിയ. പിന്നീട് ഞാൻ വെച്ചത് DD മലയാളമായിരുന്നു. അതിൽ ചില നാടൻ കലാരൂപങ്ങളായ പുള്ളുവൻ പാട്ട്. ശാസ്താം പാട്ട്. മാരവൈരിയെ ദൂര കണ്ടപ്പോൾ പമ്പടിച്ചവളുമോയിനെ സ്വാമിയെ. പിന്നീട് ചാക്യാർ കൂത്ത്. സംഭംഭവര പ്രകരണ്യ. എന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വല്ല സംസ്കൃത അധ്യാപകർ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ചു തല്ലും. അതുകൊണ്ട് അർത്ഥം അങ്ങോട്ട് പറയുന്നില്ല. എന്നാൽ ഒരുപാട് അർത്ഥം അങ്ങോട്ട് കൂട്ടിക്കൊള്ള. ഹായ്, അവിടെ ഇരിക്കാം, ഇങ്ങോട്ട് നോക്കാണ്ടിരിക്കാം. പിന്നീട് ഞാൻ വെച്ചത് സൂര്യ TV ആയിരുന്നു. അതിലൊരു മിമിക്രി പരിപാടിയിൽ ചില പുരുഷ ജനങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പിന്നീട് ടെലിവിഷൻ ചാനലുകൾ മടുത്ത ഞാൻ ഒരു CD പ്ലേ ചെയ്തു. നിർഭാഗ്യവശാൽ അതിലൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. കാട്ടിലെ പാൽമുളം തണ്ടിൽ മുള്ളും പാട്ടിൻ്റെ പാലാഴിതിൽ തവള. പിന്നീട് ഞാൻ വെച്ചത് കേരളക്കരയാകെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ് FM ആയിരുന്നു. ഇതിലേക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വിളിക്കുന്നു. ആദ്യമായി തൃശ്ശൂരിൽ നിന്നും. തൃശ്ശൂർ എന്നിട്ടാ എന്റെ പേര് വായിച്ച് പരിപാടി ഇഷ്ടപ്പെട്ട പരിപാടി കേട്ടാ. നമുക്കൊരു പാട്ട് വേണമല്ലോ, ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ കുറച്ച് ഗഡികളുണ്ട് അവിടെ, അവർക്ക് വെക്കട്ടെട്ടാ. പിന്നീട് കോട്ടയത്ത് നിന്നും. ഹലോ, എപ്പം വന്നു? പാലായിന്ന് വർക്ക് ചെയ്യാ കേട്ടോ. അയ്യോ, എന്നാ പരിപാടിയായിരുന്നു, നല്ല കലക്കം പരിപാടിയാ. അല്ല, മമ്മൂട്ടി അച്ചായനായ ഒരു പടം ഉണ്ടല്ലോ, അതിനകത്തൊരു പാട്ട് വെച്ച് തന്നേക്കണേ, മറക്കല്ലേ. പിന്നീട് ഫോർട്ട് കൊച്ചി. ഹലോ, FM ആണ്, എന്റെ പേര് മുത്ത്, ഒരു പാട്ട് വേണമല്ലോ, ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച പുറങ്ങളിൽ പോയവർ ഇതുവരെ വന്നിട്ടില്ല, അവർക്കാണ് കേട്ടാ വെച്ചേ. നന്ദി, നമസ്കാരം.